ഫുഡ്. മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫുഡാണ് നമുക്ക് വേണ്ടത്, ആഹാരം. ആ ആഹാരത്തിൽ തന്നെ എല്ലാം തന്നെ ഇപ്പോൾ കിട്ടുന്ന മിക്കവാറും എല്ലാം തന്നെ പലതരത്തിലുള്ള വിഷമായിട്ടുള്ള ആണെന്ന് പറയുമ്പോൾ എന്തെല്ലാം രോഗങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു അതിൻ്റെ എല്ലാം ഒരു മേജർ റീസൺസ് അത് തന്നെ ആയിട്ട് പോകുന്നു. അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പലപ്പോഴും നമ്മൾ തന്നെ അയൽ സംസ്ഥാനങ്ങളെയോ മറ്റവരെ ആശ്രയിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മഞ്ഞൾപ്പൊടിയാലും മുളക് പൊടിയാലും പോലും നമ്മുടെ വീട്ടിലുണ്ടാക്കാതെ അതെല്ലാം വാങ്ങുന്നത്, ഇതിലെല്ലാം തന്നെ ഇത് ഉപയോഗിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ കുട്ടികളുടെയും എല്ലാവരും ബാധിക്കുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ അത് കൂലങ്കഷമായി ചിന്തിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. നമ്മുടെയൊക്കെ തരിശു ഭൂമികൾ ഒത്തിരി കിടപ്പുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് പലതും, ഗവൺമെൻറ് തലത്തിലും അല്ലാതെയൊക്കെ കിടക്കുന്നതാണ്. അതെല്ലാം കൃഷിഭൂമി ഉപയോഗിക്കേണ്ടതാണ്. അവിടെയെല്ലാം തന്നെ കൃഷി രംഗത്ത് ഈ വിഷരഹിതമായ രീതിയിലുള്ളവർ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്, പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്, അത് ചെയ്യേണ്ടതാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തേനീച്ച കർഷക കമ്പനിയുടെ പ്രതിനിധിയാണ് ഞാൻ. ഞങ്ങൾ കീഴ ഹണി ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനി 400ഓളം തേനീച്ച കർഷകരുണ്ട്. ഞങ്ങൾ തേനീച്ച കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പെസ്റ്റിസൈഡിന്റെ അമിത ഉപയോഗവും നിരോധിത കീടനാശിനികളുടെ ഉപയോഗവും. അപ്പൊ ഇതിന് പുറകെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. തേനീച്ചയുടെ കുറവ് കാരണം പോളിനേഷന്റെ കുറവ്, അതുകൊണ്ടുണ്ടാകുന്ന ഉൽപ്പാദന നഷ്ടമുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞു പഴവർഗ്ഗങ്ങളിൽ തേനീച്ച പെസ്റ്റിസൈഡ് ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ തേനീച്ച കൂടെ ഒരിക്കലും ഈ പൈനാപ്പിളിന്റെ അടുത്ത് കൊണ്ട് വെക്കാറില്ല. പൈനാപ്പിളിന്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ തേനീച്ച കോളനി നഷ്ടപ്പെട്ടിരിക്കും. ഒരു പൈനാപ്പിൾ കൃഷി ഉണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. പൈനാപ്പിൾ കൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. പൈനാപ്പിളിന്റെ അടുത്തുകൊണ്ട് തേനീച്ച വെച്ചാൽ തേനീച്ചയുടെ ആഫീസ് കൂട്ടുമെന്ന് പറഞ്ഞു. എന്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് തേനീച്ച വളർത്തലുണ്ട്. അത് ഞാൻ ഞങ്ങൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഇവിടെ പലരും കൃഷിയുടെ കാര്യം പറഞ്ഞു എന്തുകൊണ്ടാണ് കൃഷിയിലേക്ക് വരാത്തതെന്നും സ്കൂളിൽ പഠിപ്പിക്കണമെന്നും ജൻസി പറഞ്ഞ സിലബസ് ചേർക്കണമെന്നും സാറ് തന്നെ സിലബസ് ചേർക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതുകൊണ്ടൊക്കെ ആരെങ്കിലും കൃഷിയിലേക്ക് വരുമോ? ഇല്ല. അതിന് കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ഭരണാധികാരികള്, കൃഷി മന്ത്രി മുതല് പഞ്ചായത്ത് മെമ്പർ വരെയുള്ള രാഷ്ട്രീയക്കാര് എന്തിന് ഇവിടെ ഇരിക്കുന്ന എത്ര പേരുടെ മക്കള്, ഞാൻ ഈ പറഞ്ഞവരുൾപ്പെടെ എത്ര പേരുടെ മക്കളെ അവർ കൃഷിക്ക് വിടും? ഇല്ല, ഇവിടെ സാധ്യതയില്ല. എന്തുകൊണ്ട് ചോദിക്കണ്ട. ഇതാണ് അതിന്റെ കാര്യം. അല്ലാതെ കൃഷി നഷ്ടമായിട്ടോ ലാഭമായിട്ടോ ഒന്നും അല്ല. കാരണം അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കൃഷിക്ക് വിടുമല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ യൗവനം എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചുമലിൽ ചെന്ന് തീരാനുള്ളതല്ല. അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തത്. നെഗറ്റീവ് വളർച്ചയാണ്. കൃഷിഭൂമി, കൃഷിക്കാരൻ, കർഷകൻ ഉൽപ്പന്നം ചെറുതാവുന്നു, ആശുപത്രി വളരുന്നു, വലുതാവുന്നു. നെഗറ്റീവ് വളർച്ചയാണ്. ഇതിന് പരിഹാരം ബോധവൽക്കരണം കൊണ്ട് മാത്രം ആവില്ല. കൃഷിക്കാരൻ്റെ മക്കളും ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും മക്കളെ പോലെ വളർത്തണം. അതുകൊണ്ട് ബോധവൽക്കരണം മാത്രം പോരാ, അവർക്ക് പരിഹാരം. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ വില്ലേജിലും പഞ്ചായത്തിലും ഒക്കെ ജോലിക്കാരെ വെക്കണ പോലെ ഗവൺമെൻറ് റിക്രൂട്ട് ചെയ്യുക. കൃഷിക്ക് അവർക്ക് ശമ്പളം കൊടുക്കുക മാസം. രാവിലെ കൃഷി സ്ഥലത്ത് പോയിട്ട് അവർ തിരിച്ചു പോകും. ഇല്ലെങ്കിൽ പാലവും തോടും ടെൻഡർ കൊടുക്കുന്ന പോലെ 80% കൃഷിഭൂമി വെറുതെ എടുക്കുക, അത് ടെൻഡർ കൊടുക്കട്ടെ. അത്തരത്തിൽ ഫലപ്രദ നടപടികളാണ് വേണ്ടത്, നിലപാടുകളാണ് വേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.